പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൻ്റെ അനുയായികളായ നമ്മൾ ദിവസവും കുരിശു വരയ്ക്കാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, പ്രാർത്ഥന തുടങ്ങുമ്പോഴും, ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴും, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും നമ്മൾ കുരിശു വരയ്ക്കാറുണ്ട്. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ, നാം വരയ്ക്കുന്ന ഈ കുരിശിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്? ഇതൊരു പതിവ് മാത്രമാണ്, അല്ലെങ്കിൽ അതിൽ വളരെ ആഴമുള്ള ഒരു ആത്മീയ സന്ദേശമുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ വീഡിയോയിൽ കുരിശു വരയുടെ യഥാർത്ഥ അർത്ഥവും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കുരിശു വരയ്ക്കുന്നതെന്നും അത് നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ബൈബിളിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒരു പക്ഷേ ഇതിനു ശേഷം നിങ്ങൾ കുരിശു വരയ്ക്കുന്നത് മുമ്പത്തിനേക്കാൾ കൂടുതൽ വിശ്വാസത്തോടെയും അർത്ഥവത്തായുമായിരിക്കും. നമുക്ക് ആരംഭിക്കാം. കുരിശു വരയുടെ അർത്ഥം. ക്രിസ്ത്യാനികൾ കുരിശു വരയ്ക്കുന്നത് ഒരു ആചാരം മാത്രമല്ല, അത് യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. കുരിശു വരയ്ക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും അവിടുന്ന് നമ്മെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരിശു വരയ്ക്കുന്നത്. തൃത്വ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണത്. നാം നെറ്റിയിൽ കുരിശു വരയ്ക്കാറുണ്ടല്ലേ? നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നത് നമ്മുടെ ചിന്തകളും ബുദ്ധിയും ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. പിന്നെ നമ്മൾ നെഞ്ചത്താണ് കുരിശു വരയ്ക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, നെഞ്ചിൽ കുരിശു വരയ്ക്കുന്നത് നമ്മുടെ ഹൃദയവും സ്നേഹവും വികാരങ്ങളും ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് തോളുകളിൽ കുരിശു വരയ്ക്കുന്നതാണ്. തോളുകളിൽ കുരിശു വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളും ജീവിതയാത്രയും ദൈവം നയിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ തോളുകളിൽ കുരിശു വരയ്ക്കുന്നത്. കുരിശ് യേശുവിൻ്റെ കഷ്ടപ്പാടിനെയും മരണത്തെയും മാത്രമല്ല, അവിടുത്തെ ഉയർപ്പിനെയും പാപത്തിന്മേലുള്ള വിജയത്തെയും ഓർപ്പിക്കുന്നു. അതിനാൽ ഇനി കുരിശ് വരയ്ക്കുമ്പോൾ അത് വെറും കൈയുടെ ചലനമാകരുത്. വിശ്വാസത്തോടും ഭക്തിയോടും കൂടിയ ഒരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം നമ്മൾ കുരിശ് വരയ്ക്കേണ്ടത്. പുതിയ നിയമ പുസ്തകത്തിലെ ഗലാത്യർ ലേഖനത്തിൽ 6-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും ഞാൻ പ്രശംസിക്കുകയില്ല. കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു കുരിശിൽ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെ അനുഗ്രഹിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുതൽ കുരിശ് വരയ്ക്കുമ്പോൾ അത് ഒരു പതിവായി മാത്രമല്ല, യേശു ക്രിസ്തുവിന്മേലുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായും ദൈവത്തോടുള്ള സമർപ്പണമായും ചെയ്യുക. ഈ സന്ദേശം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവരുമായി പങ്കുവയ്ക്കുക. ഇത്തരം വിശ്വാസം വളർത്തുന്ന വീഡിയോകൾക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.